ഈ ചീരയുടെ ഇലയും അരിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതിന് ചില സ്ഥലത്തൊക്കെ മരച്ചീര എന്നൊക്കെ പറയും, ചായ മനസ ആ ടൈപ്പിലുള്ളതാണ്. ഇത് പക്ഷെ തോരൻ വയ്ക്കും. മരം കണക്ക് ഇങ്ങനെ ഉണ്ട്. ഇത് എവിടെയും കിട്ടുകയാണെങ്കിൽ 8-3 മൂട് നിങ്ങൾ കൊണ്ട് വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ കൊണ്ട് നട്ടിരുന്നാൽ മതി. ഇഷ്ടം പോലെ ഉണ്ട്. മഴ സീസണാണ്. അപ്പോൾ കോഴിക്ക് ഇത് ധാരാളം പോഷകങ്ങളൊക്കെ അടങ്ങിയതാണ്. നല്ല വിറ്റാമിൻസും എല്ലാം ഉള്ള ഒരു ഐറ്റമാണ് ഈ മരച്ചീര. ഇല ഒന്നും കൂടെ കാണിച്ചു തരാം. കണ്ടോ, പപ്പായയുടെ ഇല ഒരു ഏകദേശ ഷേപ്പുള്ളതാണ്. എല്ലാ ഇലയും ഇതേപോലെയാണ്, ഒരു 3 കണക്ക് ഇങ്ങനെ. ഇത് ഞാൻ ചിലപ്പോഴൊക്കെ അരിഞ്ഞു കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മള് കോഴികള് ഈ മഴക്കാലത്ത് ആൾറെഡി മുട്ടയിടൽ കുറവാണ്. എന്നാലും ഞാനിപ്പോൾ ഇലവർഗ്ഗങ്ങൾ തീറ്റയോടൊപ്പം ഇലവർഗ്ഗങ്ങളും കൊടുത്ത് ഇപ്പോൾ നല്ലപോലെ മുട്ട ഇടുന്നുണ്ട്. എല്ലാ കോഴിയും എല്ലാ ദിവസവും മുട്ട ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ കൂടെ പറഞ്ഞേക്കുന്നതാവുന്ന ഇത് കേസരിയുടെ, അതായത് പാഷൻ ഫ്രൂട്ട് എൻ്റെയാണ്. കണ്ടില്ലേ, പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല കൊടുത്തു. പിന്നെ നേരത്തെ കാണിച്ച മരച്ചീനി, അതായത് ചായ മനസ, അതിൻ്റെ ഇലയും ഞാൻ കൊടുക്കും. പപ്പായ ഇല കൊടുക്കും. പിന്നെ വാഴത്തണ്ട്, അതായത് വാഴത്തട അരിഞ്ഞു കൊടുക്കും. പിന്നെ മുരിങ്ങയുടെ ഇല, ഏതില, അതായത് പിന്നെ ഈ നമ്മളെ പനിക്കുറുക്ക, അതായത് ഞവര ഇല എന്നാണ് നമ്മളവിടെ തിരുവനന്തപുരം ഭാഷയിൽ പറയുന്നത്. ആലപ്പുഴ സൈഡിൽ പോയാൽ പനിക്കുറുക്ക എന്ന് പറയും. ഈ വക ഇലകളെല്ലാം അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് ആവശ്യമായിട്ടുള്ള പോഷക മൂല്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊണ്ടാണ്. അപ്പോൾ അത് മുട്ട കൃത്യമായിട്ടിടുന്നതാണ്. അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. വരും. ഇതാണ് കേസരിയുടെ ഇല, അതായത് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന അതിന്റെ ഇലയാണ്. ഇത് കോഴിക്ക് നല്ല ഒരു ആഹാരമാണ്, വൈറ്റമിനും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ അടുത്ത് ഞാൻ കൊടുക്കുന്നത് കണ്ട പപ്പയില. പപ്പയിലയും നല്ലതാണ്. പപ്പയിലയും ഇത് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കും. അടുത്ത് ഞാൻ കൊണ്ടിട്ടിരിക്കുന്നതാണ് എല്ലാ വീഡിയോയിലും പറയാറുള്ള തോട്ടാൻ പയർ. മുരിങ്ങയില കിട്ടിയില്ല, അത് കിട്ടിയാൽ അതും കൂടെ അരിഞ്ഞു കൊടുക്കും. അടുത്തതാണ് നമ്മള് വാഴത്തട കേട്ടോ. അത് ഞാൻ ഇവിടെ അരിഞ്ഞു തുടങ്ങി. ഇതാ കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ മഴയാണെന്നും പറഞ്ഞ് നമ്മൾ വീട്ടിൽ ഇരിക്കരുത്. ഇതെല്ലാം നമ്മളെ തോട്ടത്തിലുള്ളതെല്ലാം കൂടെ എടുത്ത് അരിഞ്ഞ് തീറ്റയ്ക്ക് പുറമെ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ കോഴി അടിപൊളിയായിട്ട് മുട്ടയിടും. അതൊന്നും കൊടുക്കാതിരുന്നിട്ട് മുട്ടയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം തീറ്റയ്ക്ക് നമ്മൾ അടച്ചിട്ടിരിക്കുന്ന കോഴിക്ക് വൈറ്റമിൻസ് എല്ലാം നമ്മൾ തന്നെ കൊടുക്കണം. ആ തീറ്റയിൽ കൂടെ ഉണ്ട്. എക്സ്ട്രാ ആഹാരങ്ങൾ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള പപ്പയില, പാഷൻ ഫ്രൂട്ട്, കേസരിയുടെ ഇല, ഈ തോട്ടം പയറുണ്ടെങ്കിൽ തോട്ടം പയർ വള്ളിയുടെ ഇല. ഇത് മിക്ക റബ്ബർ തോട്ടങ്ങളിലെല്ലാം ഉണ്ട്. ഞാനിവിടെ കുറച്ചുകൊണ്ട് നട്ടതാണ്. ഇപ്പൊ നല്ല കാട് പോലെ ആയി വന്നിട്ടുണ്ട്. പിന്നെ മാജിക് ആയിട്ടുള്ളത് നമ്മുടെ മുരിങ്ങയുടെ ഇലയാണ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതും കൂടെ അരിഞ്ഞു കൊടുക്കാൻ പറ്റിയ അങ്ങനെ, അല്ലെങ്കിൽ അരച്ചിട്ട് തീറ്റയിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ എല്ലാം ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. മുരിങ്ങ അരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കോഴി കഴിക്കും. കാര്യം ഇത് ഞുരുവിന്റെ അരിയണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പൊട്ടിക്കളയും വെളിയിൽ കേട്ടോ. ഒന്നിന് പുറത്ത് ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഇതാ ചുരുട്ടി പിടിക്കുക.
സമയം കിട്ടപ്പോഴെല്ലാം ഈ രീതിയിൽ ഇലകളെല്ലാം കൂടെ അരിഞ്ഞ് ചേർത്ത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് ആവശ്യമായിട്ടുള്ള പോഷക മൂല്യങ്ങൾ എല്ലാം കിട്ടും. ഈ ഇലകളിലെല്ലാം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം എല്ലാ വിറ്റാമിൻസും ഉണ്ട്. നമ്മളിത് അടച്ചിട്ട് വളർത്തുന്ന കോഴിയാണല്ലോ, അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് ആവശ്യമായ പോഷകങ്ങളും കിട്ടും, ലെയർ മാഷിൽ കൂടെ കിട്ടും. ഇതും കൂടെ ആവുമ്പോഴത്തേക്ക് കോഴിക്ക് നല്ല ആരോഗ്യമുള്ള കോഴി ആവും. കോഴി എന്ന് മുട്ടയിടാനുള്ള പ്രവണതയും കാട്ടും. ഓക്കെ. വില അപ്പൊ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ എടുക്കുക, കണ്ടോ? അപ്പൊ ഇതേപോലെ ഒന്നിൻ്റെ അടിയിൽ ഒന്നായിട്ട് വയ്ക്കുക. ഈ ഇല ഇത്തിരി ഹാർഡാണ് കേട്ടോ. ബാക്കി ഇതേപോലെ അരിഞ്ഞെടുക്കുക. വാഴത്തട ഞാൻ അരിയുന്നത് കണ്ടോ? ഇത് അല്പം കൂടെ ഉണ്ട്, ഞാൻ കോഴി കൊടുക്കുന്നതുകൊണ്ടാണ് ഈ വാഴത്തടയാണ് അകത്തിരിക്കുന്നത്. ഇതേപോലെ റൗണ്ടിനെ അങ്ങോട്ട് കണ്ടിരിക്കുക. റൗണ്ടിന് കണ്ടിച്ചിട്ട് ഇതിനെ വെച്ച് ഇതാ കട്ട് ചെയ്തിട്ട് തിരിച്ചു പിടിച്ച് ഇങ്ങനെ അരിയുമ്പോൾ ചെറുതാവും. വേണ്ട, ചെറുതായി കോഴി കൊത്തിക്കുന്നു. എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ടോ? ഏകദേശം രാവിലെ അപ്പൊ നമ്മളിത് അരിഞ്ഞ് വെച്ച് ഇല വാഴത്തട. അപ്പൊ ഇതില് നിങ്ങൾ കണ്ടല്ലോ, 10 ഇലയുണ്ട്, ഇത് കേസരിയുടെ ഇലയുണ്ട്, പിന്നെ നമ്മള് തോട്ടം പേരയില, വാഴത്തട അരിഞ്ഞത്. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവര് കഴിക്കുമെന്നൊക്കെ നോക്കാം. നല്ലതുപോലെ കഴിക്കും. പിന്നെ ഇതിന് എല്ലാ വൈറ്റമിൻ സാധനമൊക്കെയാണ് അത് കഴിക്കാൻ. എല്ലാവരും നല്ല സന്തോഷത്തോട് കഴിക്കാൻ. മുട്ടയിട്ട് രാവിലെ ഒരു 5-6 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്താ ഇട്ട് കൊടുത്തിരിക്കുകയാണ്, കണ്ടോ? ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് ഈ ചാലിന് കൊത്തപ്പം തറയിൽ പോവും. നമ്മൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കണം. ഇനി മറുവശത്തും കൂടെ ഇടാം. മുട്ടകൾ ഇട്ടു.
ഒരു 3 ദിവസം കൂടപ്പം ഈ 2 പെടയെടുത്ത് അപ്പുറത്തെ കൂട്ടിലിടും. ഈ 2 ദിവസം ആകുമ്പം ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മുട്ട ഇടാതെ നിന്നതാണ്. ഇപ്പൊ മുട്ടയെല്ലാം ഇട്ട് തുടങ്ങുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടപ്പോൾ ഇതേപോലുള്ള ഇലയെ അരിഞ്ഞു കൊടുക്കും. വാഴയില, പപ്പയില, നമ്മള് തോട്ടം പയറിന്റെ ഇല, കേസരി ഇല, പിന്നെ ഞാൻ വേറൊരു ഇല കൊടുക്കും എന്നിട്ടില്ല. അതായത് പനിക്കുറുക്കയുടെ ഇലയും ഞാൻ ഇതിന് കൊടുക്കാറുണ്ട്. പിന്നെ കിട്ടുകയാണെങ്കിൽ മറ്റേ പണ്ടത്തെ മഷിത്തണ്ടും അതും ഇട്ട് കൊടുക്കും. അപ്പൊ ഇതേപോലുള്ള ഇലകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തീറ്റയും കൊടുക്കണം, ഇതേപോലെ ഇലയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ട ധൈര്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ബക്കറ്റിൽ ഇന്ന് ഞാൻ കൊടുത്തുന്ന ഇത് വൃത്തിയാക്കിയിട്ട് കൊടുത്ത മരുന്നാണ് Li52 ആണ് കേട്ടോ, 20 ml. പിന്നെ ഞാൻ ഇവിടെ വേറൊരു വീഡിയോ ഉടനെ തന്നെ എടുക്കാൻ എല്ലാ സാധനവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതായത് നമ്മള് ഒസോമിൻ ഇപ്പം വില അല്പം കൂടി. അപ്പൊ ഞാനും വിചാരിച്ചു പച്ചക്കൊക്കെ വാങ്ങിച്ചു. അപ്പൊ അത് നീറ്റുന്നതാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതും വരുന്നതാണ്. പച്ചക്കൊക്കെ നീറ്റുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ വീഡിയോ ഇടും. ഇപ്പൊ ഞാൻ മുട്ട എടുത്തു. ഇതൊരു 11 മുട്ടയുണ്ട്. നേരത്തെ ഒരു 4 മുട്ട. ഇനി വൈകുന്നേരകം വെച്ച് കുറഞ്ഞത് 3 മുട്ട, ചില ദിവസങ്ങളിൽ 4 മുട്ട കിട്ടും. അതായത് എല്ലാ കോഴിയും എല്ലാ ദിവസവും മുട്ട എനിക്ക് തരുന്നില്ല. 18 ഏതോ ഒരു കോഴിയാണ് കള്ളക്കോഴി. അത് എല്ലാ ദിവസവും ഇടുള്ളൂ, ചില ദിവസം ഇടും. അങ്ങനെയാണെങ്കിൽ 18 അല്ലെങ്കിൽ ഇന്ന് 17 മുട്ട ആവും. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങളുടെ വീഡിയോ എല്ലാം കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഇടയ്ക്ക് വീഡിയോയ്ക്ക് അല്പം ഡിലേ ആയതെന്ന് വെച്ചാൽ ഞാൻ അവിടെ കപ്പ പുഴുവന്നു, അതിൻ്റെ വീഡിയോ ഉടനെ വരും. അപ്പം അതിൻ്റെ തിരക്കും മറ്റു കാര്യങ്ങളും ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ അല്പം വൈകിപ്പോയത്. സദയം എല്ലാവരും ക്ഷമിക്കുക. ഇനി റെഗുലറായിട്ട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വീണ്ടും കാണാം.